സോ അടുത്തത് ഒരു യൂണിഫോം സിവിൽ കോഡാണ്. യൂണിഫോം സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ ഒരു കോമൺ കോഡാണ് വിച്ച് ഈസ് ആപ്ലിക്കബിൾ ടു ഓൾ ദി കമ്മ്യൂണിറ്റീസ് ഇറസ്പെക്റ്റീവ് ഓഫ് ദിയർ റിലിജൻ, റേസ്, കാസ്റ്റ്, ക്രീഡ് എക്സെട്ര. അപ്പോൾ ഇവരുടെ റിലിജനോ കാസ്റ്റോ ഒന്നും തന്നെ നോക്കാതെ എല്ലാവരും ഒരൊറ്റ ലോയിൻ്റെ അകത്ത് തന്നെ വരും. ആർട്ടിക്കിൾ 44 ആണ് UCC, അതായത് യൂണിഫോം സിവിൽ കോഡിനെ പറ്റി പറയുന്നത്. ഇത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിലാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ആർട്ടിക്കിൾ 44 പറയുന്നത് ദ സ്റ്റേറ്റ് ഷെൽ എൻഡേവർ ടു സെക്യൂർ ഫോർ ദ സിറ്റിസൺസ് എ യൂണിഫോം സിവിൽ കോഡ് ത്രൂ ഔട്ട് ദി ടെറിട്ടറി ഓഫ് ഇന്ത്യ. സോ വൺ ഓഫ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് എ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ ടു എൻഹാൻസ് നാഷണൽ ഇൻറ്റഗ്രേഷൻ. നാഷണൽ ഇൻറ്റഗ്രേഷനെ എൻഹാൻസ് ചെയ്യാനും എന്തൊക്കെ റിലീജിയസ് ഐഡിയോളജീസ് തമ്മിൽ എന്തൊക്കെ കോൺട്രഡിക്ഷൻസ് ഒക്കെ ഉണ്ടാവുന്നോ ആ ഒരു സംഭവത്തിനൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഒരു യൂണിഫോം സിവിൽ കോഡിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് സിവിൽ മാറ്റേഴ്സ് ലൈക്ക് മാരേജ്, ഡിവോഴ്സ്, അഡോപ്ഷൻ അതിൻ്റെ ഉള്ള മാറ്റേഴ്സിൽ അതാത് പേഴ്സണൽ ലോസ് ഉണ്ട്. ഒരു യൂണിഫോം സിവിൽ കോഡ് വന്നാൽ ഈ പറയുന്ന എല്ലാ സിവിൽ മാറ്റേഴ്സും ഒരു ഒറ്റ കോമൺ പ്ലാറ്റ്ഫോമിലായിരിക്കും വരുന്നത്. ആൻഡ് എല്ലാവർക്കും ഒരു ഒറ്റ ലോ തന്നെ ആപ്ലിക്കബിൾ ആയിരിക്കും റെസ്പെക്റ്റീവ് ഓഫ് ദ റിലിജൻ ദാറ്റ് ദേ ബിലോങ് ടു. സോ എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് ഓഫ് ഹാവിങ് എ യൂണിഫോം സിവിൽ കോഡ്? ആദ്യത്തെന്ന് പറഞ്ഞാൽ ജെൻഡർ ജസ്റ്റിസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ജെൻഡർ ബേസ്ഡ് ഇനിക്വാളിറ്റീസ് എന്തൊക്കെയുണ്ടോ അതെല്ലാം എലിമിനേറ്റ് ചെയ്യും. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് പ്രൊവൈഡ്സ് ഈക്വൽ സ്റ്റേറ്റസ് ടു ഓൾ സിറ്റിസൺസ്. എല്ലാവർക്കും ഈക്വൽ സ്റ്റേറ്റസ് ആയിരിക്കും കൊടുക്കുക. മൂന്നാമത്തെന്ന് പറഞ്ഞാൽ ഇറ്റ് ഹെൽപ്സ് ഇൻ നാഷണൽ ഇൻറ്റഗ്രേഷൻ. ഇനി എന്തൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ്? എന്ത് കാരണം കൊണ്ടാണ് UCC ഇംപ്ലിമെൻ്റ് ആവാത്തത്? ഒന്നെന്ന് പറഞ്ഞാൽ ബിക്കോസ് ഓഫ് ദ ഡൈവേഴ്സിറ്റി ഇൻ ഇന്ത്യ. ഒരുപാട് റിലീജിയസ് മൈനോറിറ്റി ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. രണ്ടാമത്തത് പൊതുവേ ഉള്ള ഒരു ധാരണ എന്ന് വെച്ചാൽ UCC വന്നു കഴിഞ്ഞാൽ ഇറ്റ് വുഡ് ബി എ ഡയറക്റ്റ് എൻക്രോച്ച്മെൻറ്റ് ടു ദി റിലിജൻ ഓഫ് സച്ച് പേഴ്സൺ. അവർ ഈ ഒരു UCCനെ ഒരു അവരുടെ പേഴ്സണൽ ലോസിനെ ഇൻഫ്രിഞ്ച് ചെയ്യുന്നതായിട്ടാണ് മൈനോറിറ്റി ഗ്രൂപ്പ്സ് കാണുന്നത്. സോ ഇതൊരു സെൻസിറ്റീവ് ഇഷ്യൂ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു യൂണിഫോം സിവിൽ കോഡിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഒരു വലിയൊരു ടാസ്ക്കാണ്. സോ ഇൻ സരള മുഗ്ദൽ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയിൽ സുപ്രീം കോടതി ഒരു ഡയറക്ഷൻ കൊടുത്തു ടു ദ സെൻട്രൽ ഗവൺമെൻറ്. ആർട്ടിക്കിൾ 44 ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഒരു യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാൻ വേണ്ടി ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് ദി ഒപ്രസ്ഡ് ആൻഡ് ഓൾസോ ഫോർ ദ പ്രൊമോഷൻ ഓഫ് നാഷണൽ യൂണിറ്റി ആൻഡ് ഇൻറ്റിഗ്രിറ്റി. ഈ കേസിൽ കോടതിയുടെ മുന്നേ വന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഒരു ഹിന്ദു ഹസ്ബൻഡ് ഹു ഹാസ് മാരിഡ് അക്കോർഡിംഗ് ടു ദ ഹിന്ദു ലോ പിന്നീട് ഇസ്ലാമിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് രണ്ടാമത്തെ ഒരു സബ്സിക്വൻറ്റ് മാരേജ് സോളംനൈസ് ചെയ്യാൻ പറ്റുമോ ഇല്ലേന്നാണ്. സോ അപ്പെക്സ് കോർട്ട് ഇതിൽ പറഞ്ഞതെന്ന് വെച്ചാൽ അങ്ങനെ ഒരു സബ്സിക്വൻറ്റ് മാരേജ് അവർ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു ഇല്ലീഗൽ മാരേജ് ആയിരിക്കും. എന്നിട്ട് ഹസ്ബൻഡിനെ പ്രോസിക്യൂട്ട് ചെയ്യും ഫോർ ദ ഒഫൻസ് ഓഫ് ബൈഗമി. അടുത്തത് പ്രകൃതി വർഗീസ് വേഴ്സസ് സിറിൽ ജോർജ് വർഗീസ്. ഈ കേസിൽ സെക്ഷൻ 10 ഓഫ് ദി ഇന്ത്യൻ ഡിവോഴ്സ് ആക്ടിനെയാണ് ചാലഞ്ച് ചെയ്തത്. ആ സെക്ഷൻ പ്രകാരം ഒരു ക്രിസ്ത്യൻ വൈഫിന് ഡിവോഴ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഷീ ഹാസ് ടു പ്രൂവ് അഡൾട്ടറി അലോങ് വിത്ത് ക്രുവൽറ്റി. ഈ രണ്ട് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ വൈഫിന് ഡിവോഴ്സ് ക്ലെയിം ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇങ്ങനെ ഒരു പ്രൊവിഷൻ ഇറ്റ് വാസ് ഫൗണ്ട് ടു ബി വയലേറ്റീവ് ഓഫ് ആർട്ടിക്കിൾ 21 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. കാരണം ഇങ്ങനെ ഒരു സെക്ഷൻ വയ്ക്കുമ്പോൾ വൈഫിന് ഹസ്ബൻഡോട് ജീവിച്ചേ പറ്റുള്ളൂ. ബിക്കോസ് അവർക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. അവർക്ക് രണ്ടും പ്രൂവ് ചെയ്യണം. അഡൾട്ടറിയും ഉണ്ടെന്നും പ്രൂവ് ചെയ്യണം, ക്രുവൽറ്റി ഉണ്ടെന്നും പ്രൂവ് ചെയ്യണം. എന്നുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഡിവോഴ്സ് കിട്ടുള്ളൂ. സോ ഇങ്ങനത്തെ ഒരു പ്രൊവിഷൻ അവരുടെ ആർട്ടിക്കിൾ 21 വയലേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് സുപ്രീം കോടതി സെക്ഷൻ 10 എന്ന് പറയുന്ന പ്രൊവിഷനെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഓർഡർ ഇട്ടു. അടുത്തത് നൂർ സഭ കാർട്ടൂൺ വേഴ്സസ് മുഹമ്മദ് ഖാസിം. ഈ കേസിൽ സുപ്രീം കോടതി പറഞ്ഞെന്ന് വെച്ചാൽ ഒരു ഡിവോഴ്സ് മുസ്ലിം വുമൻ ഇസ് എൻടൈറ്റിൽ ടു ക്ലെയിം മെയിൻ്റനൻസ് ഫോർ ഹർ ചിൽഡ്രൻ ടിൽ ദേ ബിക്കം മേജർ. അപ്പോൾ പിള്ളേർ മേജറായി കഴിയുന്നത് വരെ ഹസ്ബൻഡിൽ നിന്ന് മെയിൻ്റനൻസ് ക്ലെയിം ചെയ്യാനുള്ള അവകാശം മുസ്ലിം വിമന് ഉണ്ടെന്നാണ്. സോ ജെൻഡർ ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ ട്രൂലി അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു യൂണിഫോം സിവിൽ കോഡ് തന്നെ വേണം. വേറൊരു കേസ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് അഹമ്മദ് ഖാൻ വേഴ്സസ് ഷാ ഭാനു ബീഗം. ഇതിൻ്റെ അത് സുപ്രീം കോടതി പറഞ്ഞെന്ന് വെച്ചാൽ ഒരു മുസ്ലിം ഹസ്ബൻഡിന് ഒരു ഡ്യൂട്ടി ഉണ്ട്, ഒരു ലയബിലിറ്റി ഉണ്ട് ടു മെയിൻറ്റെയിൻ ഹിസ് വൈഫ് ബിയോണ്ട് ദ പീരീഡ് ഓഫ് ഇദ്ദത്ത്. നേരത്തെ പറഞ്ഞ മുസ്ലിം ലോ പ്രകാരം മുസ്ലിം ഹസ്ബൻഡ് ഈസ് എൻടൈറ്റിൽ ടു ഗിവ് മെയിൻ്റനൻസ് ഓൺലി ടിൽ ദ പീരീഡ് ഓഫ് ഇദ്ദത്ത് പീരീഡിന് വരെയുള്ള കാലഘട്ടത്തിൽ മാത്രം മുസ്ലിം ഹസ്ബൻഡ് അയാളുടെ വൈഫിന് മെയിൻ്റനൻസ് കൊടുത്താൽ മതി. പക്ഷേ കേസിൽ കോടതി പറഞ്ഞു സെക്ഷൻ 125 ഓഫ് CRPC
1973 പ്രകാരം ഒരു ഡ്യൂട്ടി ഉണ്ട് ഹസ്ബൻഡിന്, ദാറ്റ് ഹി ഹാസ് ടു പേ മെയിൻ്റെനൻസ് ആസ് ദ വൈഫ് ഈസ് അൺഏബിൾ ടു മെയിൻറ്റെയിൻ ഹെർസെൽഫ്. വൈഫിന് സ്വന്തമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഹസ്ബൻഡിൻ്റെ ഡ്യൂട്ടിയാണ് ടു പ്രൊവൈഡ് മെയിൻ്റെനൻസ് ടു ദി വൈഫ്.